മാമ്പുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ, ാവട്ടെ. മാനവഹൃത്തിൻ ചില്ലയിലെല്ലാം മാമ്പുകൾ വിടരട്ടെ, മനസ്സു നന്നാവട്ടെ. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അംബിക സുകുമാരൻ അവർ ഇവരെല്ലാം കൂടി ഇന്ന് വെമ്പള്ളിക്കൊരു പ്രത്യേക പരിഗണന നൽകി വെമ്പള്ളി വെയിറ്റിംഗ് ഷെഡിൽ ഒരു ലൈബ്രറി, ഒരു ചെറിയ ലൈബ്രറി സ്ഥാപിക്കുകയാണ്. ആ ലൈബ്രറി സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കുട്ടികളോട് ഒന്ന് രണ്ട് പേരോട് ചോദിച്ചു, വാഴക്കലയുണ്ടോ, മാമ്പഴമുണ്ടോ, യമനുണ്ടോ, ചന്ദ്രികയുണ്ടോ, ഇതൊക്കെയാണ് നമുക്കറിയേണ്ടത്. നമ്മൾ ഫ്രിഡ്ജിലാകുമ്പോൾ മാമ്പഴവും വാഴക്കലയൊക്കെ കൊണ്ട് കഴിക്കാൻ പറ്റും, സൗകര്യമുണ്ട്. അതുപോലെ യമനും ചന്ദ്രികയും ഉണ്ടെങ്കിൽ അവിടെ കഴിച്ചോളൂ. മെനക്കെടുന്ന ഒരു കാലഘട്ടമായിട്ടോ. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ ബസ്സിനകത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്നവർക്ക് വായിച്ച് ആശ്വാസം, രസം മനസ്സിലുണ്ടാക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. സാർ ഓടിക്കോ സാർ. NSS Club Go. ഫ്രിഡ്ജ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ. സമ്മതിച്ചെന്നില്ല സാറിനെ കേട്ടോ. എന്താണെന്ന് അറിയാൻ പാടില്ല, പുതിയ പുതിയ ആശയങ്ങളും പുതിയ പുതിയ സംരംഭങ്ങളൊക്കെ കാരണം വേറെ ആരുടെയും ഇത് മനസ്സിൽ ഉദിക്കാത്ത, കാരണം NSS എല്ലാവരും ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ പുതിയ പുതിയ ആശയങ്ങൾ മുന്നിട്ടുണ്ട് സാറിനെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ജംഗ്ഷനിൽ ഇതുപോലൊരു മിനി പബ്ലിക് ലൈബ്രറി ആയിട്ട് തന്നെ ഇത് വിനിയോഗിക്കാൻ സാധിക്കും. അതുതന്നെ അത് ജനങ്ങൾക്ക് പ്രയോജനം കിട്ടുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം നമ്മളിവിടെ 10-15 ഓട്ടോ ഉണ്ടെന്ന് കൈമഴിയേട്ടൻ പറഞ്ഞു. 10-15 ഓട്ടോക്കാർ ആരും 2 പേര് മനസ്സൊന്ന് വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പുറകിന് ആൾക്കാർ വന്നു. ഒന്ന് തുടക്കം കുറിക്കാനാണ് പാട്. തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഇവിടെയുള്ള വ്യാപാരി വ്യവസായികളൊക്കെ ഉണ്ട്. മനസ്സുണ്ടെങ്കിൽ ഇല്ല അവിടെ എത്തും. വളരെ നല്ല കാര്യമാണ്. കാരണം ഇന്ന് എപ്പോഴും ഫോണുമായിട്ട് എപ്പോഴും എവിടെ ഇരുന്നാലും ഓട്ടോക്കാരാണെങ്കിലും എവിടെ ഒരു ഫംഗ്ഷൻ ചെയ്യുന്നാലും എല്ലാം ഈ ഫോണുമായിട്ട് മാത്രം ഇതിനകത്ത് ഇത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ പേരൻസ് കൊറോണയുടെ കാലഘട്ടത്തിൽ എല്ലാവരും അതിലേക്ക് ആയിപ്പോയി എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. അതുപോലെ നമുക്ക് മാതൃകയായിട്ട് ഇവിടെ വന്നിരിക്കുന്ന കുട്ടികൾ, പ്രിയപ്പെട്ട കുട്ടികൾ, എനിക്ക് വളരെ സന്തോഷമാണ്. മക്കളൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇതൊരു മാതൃകയാവുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.